മലയാളക്കര മുഴുവൻ ഇപ്പൊ എമ്പുരാൻ മയമാണ്. എമ്പുരാൻ ചർച്ചയാണ്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇതേ ഉള്ളു വാർത്ത. മറ്റുള്ള വാർത്തകളൊക്കെ മൂടുകയാണോ മൂടി പുതയ്ക്കുകയാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും എമ്പുരാനിൽ ഒരു ചർച്ച രാഷ്ട്രീയപരമായിട്ടും വരുന്നുണ്ട്. എമ്പുരാനിലെ ആ ഒരു ട്രെയിലർ വന്നപ്പോൾ അതിനകത്ത് സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒരു പ്രസംഗവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശംഖ് എന്ന് പറയുന്ന ഒരു ഇത് കാണിച്ചു, ഒരു ചിഹ്നവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലൂസിഫറിന്റെ സിനിമ വന്നപ്പോൾ നമുക്കറിയാം ഇരു പാർട്ടികളെ വെച്ചാണ് ലൂസിഫർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പുതിയ പാർട്ടി രൂപപ്പെടുന്നു എന്നുള്ളതാണ് സുരാജ് വെഞ്ഞാറമൂടിന്റെ പ്രസംഗവും ആ ഒരു ചിഹ്നവും ഒക്കെ നൽകുന്നത്. അപ്പം ചിലവർ അതിനകത്ത് ചോദിക്കുന്നുണ്ട്, കേരളത്തിലെ BJP വന്നതിന് ഒരു സിഗ്നലായിട്ട് എമ്പുരാനും രാഷ്ട്രീയം അങ്ങ് ഏറ്റെടുത്തതാണോ എന്ന് എന്താണ് സാറിന് തോന്നുന്നത്? വിപ്ലവകാരികൾ അങ്ങനെ തന്നെ വിചാരിക്കും. കാരണം ശംഖ് എന്നുള്ള ചിത്രം അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ചിഹ്നമാണ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്ന, കാറിൽ ഉപയോഗിക്കുന്ന ശംഖുമുദ്ര എന്നാണ് പറയുന്നത്. ആ ശംഖുമുദ്രയാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ പ്രതാപത്തിൻ്റെ, ആ പഴയ രാജഭരണകാലത്തിൻ്റെ പ്രതാപത്തിൻ്റെയൊക്കെ അടയാളവാക്യം, കൊടി അടയാളമാണത്. അപ്പോൾ അതിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ പ്രതിലോമ രാഷ്ട്രീയമാണ് എന്നൊക്കെ ദുശാഠ്യക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വിമർശിക്കാനുള്ള സാധ്യതയുണ്ട്. മൂർത്തമായ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ശംഖ് പ്രതിഷ്ഠിച്ചത് ശരിയായില്ല, അത് പ്രതിലോമ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ വിപ്ലവകാരികൾ അങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യതകൾ ഇത് തെളിയിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ശംഖെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു നല്ല കാലത്തിലേക്കുള്ള, പഴയ നല്ല കാലത്തിലേക്കുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു തിരിച്ചുപോക്ക്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ. ഇതില് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പുതിയ പാർട്ടി എമ്പുരാനിൽ വരുമ്പോൾ അതൊരു പുതിയ തുടക്കം എന്നുള്ള രീതിയിലായിരിക്കും, പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു പാർട്ടി രൂപപ്പെടുന്ന ആ സിനിമയിൽ. ഒരു പക്ഷേ നിലവിലുള്ള പാർട്ടികളുടെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം നമ്മുടെ സർക്കാരിനെതിരെ നിലപാടുകൾ എടുക്കുന്നത് പോലെ സിനിമയിലും കഴിഞ്ഞ ലൂസിഫർ സിനിമയിലുണ്ടായിരുന്ന ഇരു പാർട്ടികളുടെയും പ്രശ്നങ്ങൾ, അല്ലെ ഇരു പാർട്ടികളെയും കൊണ്ട് ഗതി കെട്ടിട്ട് പുതിയൊരു പാർട്ടി രൂപപ്പെട്ട ആ സിനിമയുടെ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ചർച്ച വരുന്നത്. സാറി പറഞ്ഞതുപോലെ ശംഖ് എന്ന് പറയുന്നത് വലിയൊരു പ്രതിരോധത്തിന്റെ, വലിയൊരു പ്രൗഢിയുടെയൊക്കെ ചിഹ്നമായിട്ടാണ്. അതിനകത്തൂടെ തന്നെ അതന്നെ പൃഥ്വിയുടെ ഒരു ബ്രില്യൻറ്റ് മൂവ്മെന്റും അത് തന്നെയാണ്. ഒരു ചെറിയ സൈനിലൂടെ ഒരു വലിയ കഥയാണ് പൃഥ്വി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ 1 മിനിറ്റുള്ള ട്രെയിലറിൽ ജനങ്ങള് 1000 കഥകളാണ് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. ഒരു മുഖം പോലും മറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമുണ്ട്, അതുപോലും ആരാണെന്ന് അറിയില്ല. അതൊക്കെ പൃഥ്വിയുടെ ഒരു വല്ലാത്തൊരു ബ്രില്യൻറ്റ് സസ്പെൻസുമാണ് അതിൽ കാണിക്കുന്നത്. എന്തായാലും ഐമാക്സ് റിലീസിംഗ് ആണ് എമ്പുരാനിൽ വരുന്നത്. ഐമാക്സ് റിലീസിംഗ് എന്ന് പറയുന്നത് സാറിന് അറിയാലോ, നമ്മുടെ സാധാ സിനിമ കാണുന്നത് പോലെയല്ല, വെർട്ടിക്കൽ കർവ്ഡ് സ്ക്രീനിലായിരിക്കും. ഒരു വല്ലാത്തൊരു സിനിമ എക്സ്പീരിയൻസ് ആയിരിക്കും. ആദ്യത്തെ മലയാളം സിനിമയാണ് ഈ ഐമാക്സ് റിലീസിൽ എമ്പുരാനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും അതിനകത്തൊരു രാഷ്ട്രീയ ചർച്ച വരുമ്പോൾ കേരളത്തിന്റെ BJP ഭരണത്തിലെത്തി എന്നൊരു ചർച്ച, ഇത്രയും ക്രിയേറ്റിവിറ്റി ജനങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഭയങ്കര ബ്രില്യൻ്റ് ആണ്. സാറിന് തന്നെ അറിയാം, ഇനിയിപ്പോൾ എമ്പുരാനിലേ ഉള്ളൂ മനുഷ്യന് പ്രതീക്ഷ, മലയാള സിനിമയ്ക്ക് തന്നെ ഒരു പ്രതീക്ഷ, അല്ലേ സാറിന് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും എമ്പുരാൻ എന്നുള്ള പേരിൽ തന്നെ അത് പ്രതിലോമമാണ്. തമ്പുരാൻ എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപമാണല്ലോ എന്നതുകൊണ്ട് അതിനെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുകയാണെന്നുള്ള ഈ പറഞ്ഞ രാഷ്ട്രീയം ഒക്കെ വേണമെങ്കിൽ സിനിമയായി കാണാതെ അത് ഈ ആഢ്യത്വത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു ചിഹ്നങ്ങൾ എവിടെയൊക്കെ വരുന്നോ, അല്ലെങ്കിൽ ഹിന്ദു രാജവംശങ്ങളുടെ ചിഹ്നങ്ങൾ എവിടെയൊക്കെ വരുന്നോ, അതൊക്കെ ഒരു പിന്നെന്താ പറയുന്നത്, മ്ലേച്ഛമായിട്ടും അതുപോലെ തന്നെ പിന്തിരിപ്പനായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കാൻ ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുന്ന, അതുപോലെ ഹിന്ദു ബിംബങ്ങൾ എവിടെ വന്നാലും ശരി അതിനെതിരെയും ചന്ദ്രഹാസം ഇളക്കാൻ വേണ്ടിയിട്ട്, ഓങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഇടയിലേക്കാണ് ഈ സിനിമ വരുന്നത്. വടിവാളുമായിട്ട് നിൽക്കുന്ന, വടിവാളും ഊരിപ്പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് ചിത്രം വരുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രമേയം അങ്ങനെയാണെന്ന് നമ്മൾ സിനിമ കണ്ടെങ്കിലേ പറയാൻ പറ്റൂ. പക്ഷേ ഇതിൻ്റെ എമ്പുരാൻ എന്നുള്ള പേരും ശംഖ് എന്നുള്ള ചിഹ്നവും ട്രെയിലറിൽ കണ്ടത് ആ തരത്തിലൊരു സൂചനയാണ് നൽകുന്നത്. നേരത്തെ തന്നെ ഇത്തരം ചിത്രങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പ്രതിലോമ രാഷ്ട്രീയം കേരളത്തിൻ്റെ സിനിമകളെ പിടിമുറക്കുന്നു എന്നൊക്കെയുള്ള പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതിക്കൊണ്ട് ചിലരൊക്കെ നേരത്തെ തന്നെ ഈ വേട്ട തുടങ്ങിയിരുന്നു. പ്രതിലോമമാണ്, കാണുന്നതിനെല്ലാം പ്രതിലോമം, സിനിമയായിട്ട് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്നതാണത്. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള തടസ്സങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. കല്ലേറുകൾക്കുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഈ സിനിമ വെർട്ടിക്കലായിട്ടും അങ്ങനെ പല തലങ്ങളിൽ കാണാൻ പറ്റുന്നതാകുമ്പോൾ അങ്ങനെയുള്ള മാജിക്കുകൾ ജനങ്ങൾ ഇഷ്ടപ്പെടും. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എമ്പുരാൻ സിനിമയുടെ ഒരു പ്രൊമോ ആയിട്ട് പോവുകയാണോ എന്നും ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. സിനിമയെ കാണട്ടെ ജനങ്ങൾ,
അതിന്റെ കാരണം മെറിറ്റിൽ അതിന് കാണട്ടെ. കാരണമുണ്ട്. ഇത്രത്തോളം എമ്പുരാൻ മലയാളികളുടെ ഇടയിൽ ഒരു വിഷയമാകാൻ കാരണം 2024 നമ്മൾ നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞിരുന്നു, മലയാള സിനിമകൾ ഇന്ത്യ മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇന്ത്യ മാത്രമല്ല അന്യദേശങ്ങളിലോടും. പക്ഷേ 2025 വന്നപ്പോഴത്തേനും ഈ മലയാള സിനിമയുടെ ഒരു ശനിദശ തന്നെ തുടങ്ങിയെന്ന് തന്നെ പറയാം. വന്ന സിനിമകളെല്ലാം 8 നില പൊട്ടുകയാണ്. 1-2 സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാം കൂപ്പുകുത്തുകയാണ് ചെയ്തത്. ഇനിയുള്ള മലയാളികളുടെ പ്രതീക്ഷ എമ്പുരാനിലാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്ന് തന്നെ പറയാം. മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് എമ്പുരാൻ എന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം 138 കോടി എന്ന് പറയുന്നു. 175 കോടിയാണ് ഫൈനൽ ലിസ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പൃഥ്വിരാജ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല. എന്ത് തന്നെയാലും ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെയാണ് എമ്പുരാൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഓരോ ടീസർ ആയാലും ഇതിന്റെ ട്രെയിലർ ആയാലും ഇതിന്റെ പോസ്റ്റർ വരുമ്പോഴും മലയാളികൾക്ക് ഇത്ര ആകാംക്ഷ. ഈ ട്രെയിലർ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 1:28 പുറത്തു വിടുമെന്ന് പറഞ്ഞ ട്രെയിലർ തലേന്ന് വെളുപ്പിന് 12 മണിക്കാണ് പുറത്തു വിട്ടത്. അത് തന്നെ ഒരു സസ്പെൻസ് ആണോ, അത് ലീക്ക് ആയതാണോ എന്നുള്ളൊരു ചർച്ചയും അത് ആദ്യം ചെറിയ ചെറിയ ഷോട്ടുകളായിട്ട് വീഡിയോകളായിട്ട് പോയി. പിന്നീടാണ് ഈ ഒരു ട്രെയിലറിന്റെ മുഴുവനും പൃഥ്വിരാജ് ആ ഒരു ഗ്രൂപ്പ് പുറത്തു വിട്ടത്. കാരണം തീരെ നിവർത്തികെട്ട ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു പുറത്തു വിട്ടത്. പക്ഷെ അപ്പോഴും തന്നെ ഏകദേശം 46 ദശലക്ഷം ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞു. എന്ത് തന്നെയായാലും ട്രെയിലറിൽ തന്നെ രാത്രി 12 മണി മുതലേ യൂട്യൂബേഴ്സ് എല്ലാം എടുത്ത് ട്രെയിലർ കണ്ട ഉടനെ തന്നെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. അത്രയേറെ ഒരു പ്രാധാന്യം എമ്പുരാൻ എന്നൊരു സിനിമയിൽ ഇമ്പാക്റ്റ് ഉണ്ട്. വേറെ പ്രൊമോഷൻ നമ്മളൊന്നും പ്രൊമോഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ സിനിമ വന്നപ്പോഴേ പ്രൊമോഷൻ ആയിരുന്നു. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മലയാളത്തിൽ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. സാറിനും അങ്ങനെ തോന്നുന്നുണ്ട്? കാരണം പൃഥ്വി എപ്പോഴും ഒരു ഹോളിവുഡ് മേഖലയിൽ നിൽക്കുന്ന ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അതുകൊണ്ട് പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു സസ്പെൻസും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. ഒരു 50% ഒരു ഓക്കെ കൊടുക്കാൻ എന്നൊരു വിശ്വാസം എപ്പോഴും ശുഭാപ്തി വിശ്വാസമാണല്ലോ ഉള്ളത്. അങ്ങനെ തന്നെ വരട്ടെ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഈ മാജിക്കുകൾ കൊണ്ടൊരു സിനിമയ്ക്ക് നിലനിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു പരാജയമാണ്. സിനിമയുടെ അതിന്റെ പ്രമേയം കൊണ്ടാണ് ജയിക്കേണ്ടത്. അതിന്റെ സംവിധാനം മികവും. മോഹൻലാലിന്റെ ഇതിനു മുമ്പുള്ള സിനിമകളൊക്കെ ഇവിടെ ഇപ്പൊ പറയുന്ന സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, രഞ്ജിനി പറഞ്ഞത് അത് നമ്മൾ അമൂർത്തമായിട്ടുള്ളതിനെ സമൂർത്തമായിട്ടൊന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെയാണ് സിറ്റുവേഷൻ. 2 പാകിസ്ഥാനും ഇന്ത്യൻ ടീമും തമ്മിലുള്ള ഒരു മത്സരം. ആ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാരെ എല്ലാം പാകിസ്ഥാൻ കടപുഴക്കി കശാപ്പ് ചെയ്തിരിക്കുന്നു. ഈ അവസാനത്തെ പ്രതീക്ഷ എന്ന് പറയുന്ന അവസാനത്തെ ബാറ്ററായിട്ടുള്ള ജഡേജയിലാണ്, രവീന്ദ്ര ജഡേജയിലാണ് നമ്മൾ പ്രതീക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം ബാറ്റുമായിട്ട് ഇങ്ങനെ പിച്ചിലേക്ക് വരികയാണ്, നടന്നടുത്ത ക്രീസിലേക്ക് വരികയാണ്. ആ ക്രീസിലേക്ക് വരുമ്പോൾ പാക് ബോളർമാർ ഇങ്ങനെ സന്നദ്ധരായിട്ട് നിൽക്കുകയാണ്, യുദ്ധസന്നദ്ധരായിട്ട് നിൽക്കുമ്പോൾ ഈ പ്രതീക്ഷയുടെ ഭാരമെല്ലാം കൂടി രവീന്ദ്ര ജഡേജയിൽ നമ്മൾ അർപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രതീക്ഷയുടെ ഭാരമെല്ലാം കൂടി നമ്മളിപ്പോൾ എമ്പുരാനിൽ അർപ്പിച്ചുകൊണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് സിനിമ കാണാൻ. സിനിമ വരട്ടെ, അത് 8 നിലയിൽ പൊട്ടുമോ അതോ അതൊരു തമ്പുരാനായിട്ട് മാറുമോ, അത് കാലം നിശ്ചയിക്കേണ്ട. ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന്റെ പല ചർച്ചകളും അതിനകത്ത് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടിരിക്കാം. എപ്പോഴും ഒരു ത്രില്ലുള്ളത് നല്ലതാണ്. ആ ഒരു ത്രില്ലോടുകൂടി നമുക്ക് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു റിലീസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. എന്തും സംഭവിക്കുക. 8 നിലയിൽ പൊട്ടാം, അല്ലെങ്കിൽ തമ്പുരാനായിട്ട് സ്വർണ്ണ സിംഹാസനത്തിൽ ഇങ്ങനെ മയൂര സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.